അൻസ. അൻസാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൻസാസ് ഗാർഡന്റെ ഇന്നൊരു വെറൈറ്റി വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഒരു ചെറിയ വാട്ടർ പ്ലാന്റ് ഹണ്ടിങ്ങിന് ഇന്ന് നമുക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെരിയാറിന്റെ കൈവഴിയായ മാഞ്ഞാലി തോട്ടിലാണ്. ഇവിടെ നമുക്ക് ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് ഇവിടെ കാണാം. എത്രണ്ണം നമുക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കളക്ട് ചെയ്യാൻ പോകുന്നത് കുളവാഴയാണ്. കുളവാഴയുടെ പ്രത്യേകത നല്ല ഭംഗിയുള്ള ലീവ്സും അതുപോലെ തന്നെ അതിന്റെ ഫ്ലവറും അത്ര തന്നെ അട്രാക്റ്റീവ് ആണ്. അത് ഒത്തിരി അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് അത് ഒത്തിരി സ്പ്രെഡ് ആകും. കണ്ടോ, അതിന്റെ ഫ്ലവേഴ്സ് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു പ്ലാന്റും കൂടെ നമുക്ക് കളക്ട് ചെയ്യാം. ആ ഒരു സിംഗിൾ പ്ലാന്റ് വെച്ച് നമുക്ക് ഒരുപാട് സ്പ്രെഡ് ആകാതെ ചെറിയൊരു ചട്ടിയിൽ നമുക്ക് വളർത്തി ഗാർഡനിൽ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റിന് നമുക്ക് അങ്ങനെ കിട്ടും. കുളവാഴ പോലെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ ക്യാബേജ്. വാട്ടർ ക്യാബേജ് ഒരു പൂ വിരിഞ്ഞിരിക്കും പോലെയാണ് നമുക്ക് അതിൻ്റെ അപ്പിയറൻസ്. ഇത് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ചെറിയ വല കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു സിംഗിൾ പ്ലാന്റിൽ നിന്ന് ഒത്തിരി പ്ലാന്റ്സ് അതിൻ്റെ ചുറ്റുമായിട്ട് പടർന്ന് നിൽക്കുന്നത് കാണാം. സ്പൈഡർ പ്ലാന്റ് ഒക്കെ പോലെ തന്നെ അതിങ്ങനെ കണക്ട് ചെയ്ത് അത് വേഗം സ്പ്രെഡ് ആയിക്കോളും. ഇത് ഒരു വാട്ടർ പ്യൂരിഫൈങ് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കളക്ട് ചെയ്തത് അവിടെ കുറച്ച് മാറിയിട്ട് ഒരു പായൽ കൊല്ല എന്നും പറയും, അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കളക്ട് ചെയ്തത്. ഒരു സ്പോഞ്ചി ലുക്കാണ്, ഒരു ലെമൺ യെല്ലോ കളറാണ് അതിനുള്ളത്. അതിന്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ അതും കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കള ഇനത്തിൽപ്പെട്ട പായലാണ്. അപ്പോൾ നമ്മൾ അതും കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് അടുത്ത പായൽ ഇനത്തിൽപ്പെട്ട തന്നെ ഒരു പ്ലാന്റ് കിട്ടി. നല്ല ഭംഗിയുണ്ട്. ഇതിന് മുന്നേ കണ്ട പായൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത അത്രയും തിക്കല്ല, സിംഗിൾ ലീവ്സ് ആയിട്ടാണ് ഇത് കാണുന്നത്. അതിനെ നമ്മൾ ആ വല വെച്ച് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മളത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലീവ്സ് ഒക്കെ കണ്ട ശരിക്കും സീതത്താലി പോലെയാണ് അത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു അസോളയും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അസോള നമുക്കൊന്ന് സെർച്ച് ചെയ്താൽ കുറച്ചധികം കിട്ടുമായിരിക്കും. മാഞ്ഞാലി തോടിന്റെ ഒരു സൈഡ് വയലാണ്, ഇപ്പൊ കൃഷിയൊന്നുമില്ല. അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് അവിടെ കുറച്ച് വാട്ടർ പ്ലാന്റ്സും അസോളയും കണ്ടു. കുറച്ച് ഡെപ്തിലാണ് അത് നിൽക്കുന്നത്. എന്തായാലും ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. നമ്മൾ ഹണ്ടിങ്ങിന് വന്നതാണല്ലോ, നമുക്ക് കുറച്ച് റിസ്ക് എടുത്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. കുറച്ച് ഡെപ്ത് ഉണ്ട്. അവിടെ എന്തൊക്കെയോ മീനൊക്കെ അവിടെ പൊന്തി വരുന്നുണ്ട്. ഈ അസോള ഇവിടെ കുറച്ച് വന്നിട്ടുണ്ട്. അതിന്റെ ആ ദൂരയിലേക്ക് ആ അസോള നന്നായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ലെമൺ യെല്ലോ കളർ ഒരു അസോളയുണ്ട്, വേറൊരു വാട്ടർ പ്ലാന്റും ഉണ്ട്. വയലിന്റെ ആ നടുക്കേട്ടൊക്കെ ഒത്തിരി ഉണ്ട്. എന്തായാലും നമുക്ക് ഈ സൈഡിലൊന്ന് ഇറങ്ങി നോക്കാം. ആദ്യം നമുക്ക് ആ അസോള കളക്ട് ചെയ്യാം. നമുക്ക് ആ നെറ്റ് കയ്യിലുള്ള കാരണം കുറച്ച് ദൂരെ നിന്ന് മാറി നിന്നിട്ടായാലും നമുക്ക് ആ അസോള കുറച്ച് കോരിയെടുക്കാം. വാട്ടർ പ്ലാന്റിന്റെ കാര്യം നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കത് ഒന്ന് അത്യാവശ്യം ഉള്ളത് നമുക്ക് വല വെച്ച് കോരിയെടുക്കാം. വളരെ കുറച്ച് മാത്രം മതി. ഇത് നമുക്ക് വാട്ടർ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് ടാങ്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് അത് സ്പ്രെഡ് ആയിക്കോളും. ഞാൻ ഇത്രയാണ് കളക്ട് ചെയ്തത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം. ആ വാട്ടർ പ്ലാന്റ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ലീഫാണ് ആ പ്ലാന്റിനുള്ളത്. അതിൻ്റെ സ്റ്റെമ്മ് ഹോളോയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സോ നമ്മൾ കെയർഫുള്ളായിട്ട് അത് എടുക്കണം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയാൽ അതിന് ഭംഗി പോകും. അതിനൊരു യെല്ലോ കളർ ഫ്ലവർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത പ്ലാന്റിലില്ല, അത് പാടത്തിൻ്റെ അങ്ങേയറ്റത്താണ്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ആ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളിലേക്ക് കയറാം. ഒത്തിരി നനഞ്ഞു കിടക്കുന്ന മണ്ണാണ് അവിടെ. നമുക്കിനി അടുത്ത സ്പോട്ടിലേക്കൊന്ന് പോയി നോക്കാം. കുറച്ചുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി നോക്കുകയാണ് അവിടെ നിന്ന് പുതിയ പ്ലാന്റ്സ് കിട്ടുമെന്ന്. അപ്പോൾ ഈ ആഴ്ച കുറച്ച് വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതാണ് ആ ഇലകളൊക്കെ ശരിക്കും ചെളി മൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്താറായി. അവിടെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് നോക്കാം. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുളവാഴച്ചെടിയുടെ താഴെയായിട്ട് അതിൻ്റെ ഷെയ്ഡിൽ നമുക്ക് മറ്റൊരു വാട്ടർ പ്ലാന്റിനെ കാണാം. ഒരു ഗ്രീൻ പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു പ്ലാന്റ് ആണ്. അത് ആ വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്താണ് കിടക്കുന്നത്.
നമ്മളത് പുറത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ലീവ്സ് എല്ലാം അങ്ങോട്ട് കൂമ്പി അതിൻ്റെ ആ ഭംഗി നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളത് മാറ്റിയെടുത്ത് കണ്ടോ, ഇതുപോലെ ആ ലീവ്സൊക്കെ കൂമ്പി നിൽക്കും. നമ്മളത് കളക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആമ്പൽ പോലെ തോന്നിപ്പിക്കുന്ന, ആമ്പലാണെന്ന് തോന്നുന്നു, നമുക്കൊരു പ്ലാന്റും കൂടി അവിടെ നിന്ന് കിട്ടി. നമുക്കതൊന്ന് നട്ട് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ആദ്യത്തെ സ്പോട്ടിൽ നമ്മൾ പായൽ കളക്ട് ചെയ്തപ്പോൾ അതിലൊരു അസോള നമ്മൾ കണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് അസോള അധികം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ ഒത്തിരി അത് തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ അസോള. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഒരു തവളക്കൂട്ടൻ അതിൽ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവൻ്റെ വഴിക്ക് വിട്ടു. ഈ ഹണ്ടിങ്ങിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി കളക്ഷനിലുള്ള കുറച്ച് വാട്ടർ പ്ലാന്റ്സും അസോളയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പാടത്തു നിന്ന് കളക്ട് ചെയ്ത അസോളയോട് കുറച്ച് സിമിലാരിറ്റി ഉള്ള ഒരു അസോളയാണിത്. നമ്മൾ അന്ന് അതിൽ കാണിച്ച പോലെ വളരെ കുറച്ച് കൊണ്ടുപോയിട്ടത് ഇപ്പം ആ ഒരു ബക്കറ്റ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. ഇത് മറ്റൊരു അസോള. ഇതും നമ്മൾ ആ പാടത്തുനിന്ന് രണ്ടാമത് കളക്ട് ചെയ്ത അസോളയോട് സാമ്യമുള്ളതാണ്. പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിന് അതിൽ നിന്ന്. ഇതെല്ലാം ഇതിൻ്റെ കടിയിൽ ഒത്തിരി ഗപ്പികളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇട്ടതാണ്. പിന്നെ ഇത് നമുക്ക് വയലിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പായൽ ചെടിയാണ്. വളരെ കുറച്ചാണ് കൊണ്ടുപോയിട്ടത്. അതിപ്പോൾ ഒത്തിരി സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഒത്തിരി താഴ്ന്നാണ് കിടക്കുന്നത്. താഴ്ന്ന് കിടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. മാല പോലെ അങ്ങനെ കിടന്നോളും. അടുത്തത് നമുക്ക് ഏറ്റവും ഭംഗിയുള്ളൊരു വാട്ടർ പ്ലാന്റ് ആണിത്. ആ വാട്ടർ ക്യാബേജിൻ്റെ ഒരു ചെറിയ ഫോമാണിത്. അതുപോലെ നമുക്ക് തോന്നും, ഒരു പൂ വിരിഞ്ഞിരിക്കുമ്പോൾ. അടുത്തത് ചകിരിനാര് പോലെയുള്ളൊരു പായൽ. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഒത്തിരി കൂട്ടമായിട്ട് അത് അതിൽ കാണാം. ഇതും ആദ്യം കാണിച്ച പോലത്തെ തന്നെ ഒരു പ്ലാന്റ് ആണ്. ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ആ ലീവ്സൊക്കെ അങ്ങ് കൂമ്പി പോകും. അപ്പോൾ നമുക്ക് ഒരു തിൻ സ്ട്രാൻഡ് പോലെയാണ് കാണാൻ പറ്റുക. വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊരു പുതിയൊരു വാട്ടർ പ്ലാന്റ് ആണ്. അത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ആമ്പൽ ചെടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ വളർച്ച ഗ്രോത്ത് കുറച്ച് പുറകോട്ടാണ്. ആമ്പൽ ചെടി നന്നായിട്ട് വളർന്നു വരുന്നത്. വാട്ടർ ഹണ്ടിങ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒരുവിധം പ്ലാന്റ്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.